കാർത്തൂനെയും കൊണ്ട് അരുണിന് വീട് വിട്ടു പോകേണ്ടിയും വരും. അങ്ങനെ പോണോന്ന് തന്നെയാ ഇപ്പോഴും എന്റെ അഭിപ്രായം. ആ വീട് മുഴുവൻ തൂത്തു തുടച്ച് ഏതു നേരവും വൃത്തിയാക്കിയിടും കാർത്തു. എല്ലാവർക്കും നല്ല ഭക്ഷണം വെച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അവളുടെ ആത്മാർത്ഥത മഞ്ജുവിന് കാണാൻ കഴിയുന്നുണ്ടോന്ന് എനിക്ക് സംശയമാണ്. ഏട്ടത്തി പോലും പറഞ്ഞു തുടങ്ങി ഇപ്പോഴാ ആ വീടൊരു വീടായതെന്ന്. കാർത്തു അവിടെ വന്ന ശേഷം ഇരുട്ടുമാറി വെളിച്ചം വന്നെന്നാ ഏട്ടത്തി പറയുന്നത്. എന്നോടും അത് പറഞ്ഞു. അത് മനസ്സിലായതുകൊണ്ടാ ഞാനും ചേച്ചി ഇപ്പൊ കാർത്തൂനെ സ്നേഹിക്കുന്നത്. അതിനെ തെറ്റായ അർത്ഥത്തില് അമ്മ കാണരുത്. സംശയിക്കേണ്ട ദേവേ, അവരും മനസ്സ് മാറ്റിയിട്ടുണ്ടാവും. എന്റെ മക്കളെ ഞാൻ അറിഞ്ഞിടത്തോളം ശരത്തേട്ടൻ അറിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി മഞ്ജുവും മാളുവും തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എന്നെ കണ്ടപ്പോ സംസാരം നിർത്തി. അമ്മ വരുന്നു പറഞ്ഞു. അവരുടെ വർത്തമാനം ശരിയായ രീതിയിലായിരുന്നെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. അമ്മയെ കണ്ടപ്പോ വിഷയം മാറ്റേണ്ട കാര്യമില്ലല്ലോ. അതാ എന്റെ സംശയം. എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നതും അത് തന്നെയാ. ചേച്ചിയും അനിയത്തിയും തമ്മിൽ നമ്മൾ അറിയാത്ത എന്തൊക്കെയോ പ്ലാനിംഗ് ഉണ്ട്. മഞ്ജു ഇപ്പോ കാലിന്റെ വേദനയൊക്കെ മാറി നടന്നു തുടങ്ങിയിട്ടുണ്ട്. അടുത്തതായി അവൾ എന്താ മനസ്സിൽ കരുതിയിരിക്കുന്നെന്ന് അറിയില്ല. ഭയന്നേ പറ്റൂ ശരത്തേട്ടാ. നമ്മുടെ മക്കളെ സംശയത്തോടെ കണ്ടേ പറ്റൂ. അവിടെ പോയി കുറച്ചു ദിവസം നിന്നാലോന്നാ ഞാൻ ആലോചിക്കുന്നേ. തനിക്ക് എന്താ തോന്നുന്നു അത് അതുപോലെ ചെയ്യണം. കാർത്തൂന് ആപത്തുണ്ടായാൽ അത് രണ്ടു കുടുംബങ്ങളുടെയും താളം തെറ്റിക്കുമെന്ന് നമ്മൾ രണ്ടു മക്കളോടും ഏതു നേരവും പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കാരണം ചേട്ടനും അനിയനും തമ്മിൽ തെറ്റാനും സാധ്യതയുണ്ട്. അരുൺ കാർത്തൂനെ കൂടെ ചെല്ലാനും വിളിച്ചിരുന്നു. എന്നാൽ ലതികേട്ടത്തെ അവിടെ ആക്കിയിട്ട് കാർത്തു പോവില്ല. അത് കാർത്തൂന്റെ മനസ്സിലെ നന്മയാണ്. അതുകൊണ്ട് നമ്മളുടെ മക്കള് കാരണം കാർത്തൂനൊരു ആപത്തും വരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പക്ഷേ നമ്മുടെ മക്കളുടെ ഉള്ളില് പകയുണ്ട് ശരത്തേട്ടാ. കാർത്തൂനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. കുടിക്കടി, നിന്റെ അവസാനത്തെ കുടി നീ കുടിക്ക. അധികം തടി വേണ്ടെന്നാ അരുൺ സാറ് പറയുന്നത്. എന്നിട്ട് അവൻ തടിമാടനാണല്ലോ, തിമ്മനാ. 100 കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് ഉണ്ട്. പിന്നെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ബോഡി ഒതുക്കി വെച്ചിരിക്കുക. അരുൺ കാർത്തൂനെ വിളിച്ചായിരുന്നോ? 1-2 തവണ വിളിച്ചു. ഇനി വിളിക്കോ? ഇനി അങ്ങനെ വിളിക്കില്ല. ഇനി എല്ലാ ദിവസവും ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ചൂട് പാല് കാർത്തൂന് തരും. അരുൺ അടുത്ത ആഴ്ച വരുമ്പോ കാർത്തു കുറച്ചുകൂടി നന്നായെന്ന് അവൻ പറയണം. എനിക്ക് തടി വെപ്പിക്കാൻ പോവാണോ? എന്റെ വക കുറച്ച് തടി ഇരിക്കട്ടെ. ഗ്ലാസിങ്. അയ്യോ, ഞാൻ കഴുകി വെച്ചോളാം. ഇങ്ങ എടുക്ക് കാർത്തു. എല്ലാവരും ഒത്തൊരുമയോട് ഇങ്ങനെ സ്നേഹിച്ചു പോയാ എന്ത് രസമല്ലേ? വഴക്കില്ലാതെ വീട്ടില് ജീവിക്കാൻ ഒരു സമാധാനമാ. അതിപ്പോഴാ എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ എന്റെ അമ്മയൊക്കെ എന്നെ വെറുതെ സംശയിക്കുന്നതാ എന്റെ വിഷമം. അത് കുറച്ച് കഴിയുമ്പോ മാറിക്കോളും. അപ്പച്ചിക്ക് മാത്രമല്ല, അരുൺ സാറിനും അമ്മയ്ക്കും ഒക്കെ ചെറിയ സംശയമുണ്ട്. നിനക്കെന്നെ സംശയമുണ്ടോ? ഇപ്പോഴില്ല. മുമ്പ് നിന്നോട് ചെയ്തു പോയ തെറ്റുകൾക്കുള്ള പ്രായച്ചിത്തോ ഇപ്പൊ ഞാൻ ചെയ്യുന്നൊക്കെ. എനിക്ക് ഏട്ടത്തിയോട് ഒരു ദേഷ്യവും ഇല്ല. ഏട്ടത്തിയേക്കാളും എന്നെ വേദനിപ്പിച്ചവർ എന്റെ തറവാട്ടിലുണ്ട്. അവരോട് പോലും എനിക്ക് ശത്രുതയൊന്നും തോന്നിയിട്ടില്ല. അങ്ങനൊന്നും പറയാതെ അനന്തുവേട്ടാ. പാവം, അവളെ ഒന്ന് സ്നേഹിച്ചു വന്നതാ ഞാൻ. ആ സ്നേഹത്തിൽ ആത്മാർത്ഥതയുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. കാർത്തൂനോട്
എന്നോടുള്ള എന്റെ അമ്മയുടെ സ്നേഹത്തിന് ആത്മാർത്ഥതയുണ്ട്. എനിക്കും അതില്ലാത്തത്. ഭർത്താക്കന്മാരായാലേ ഇങ്ങനെ തന്നെ പറയണം. അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ. പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. എന്താ പറ്റിയേ? കാർത്തു എടുക്കുന്നില്ലല്ലോ. മിറാക്കിളെന്നേ പറയാവൂ. മരണം തലനാരിഴയ്ക്കാ കടന്നുപോയത്. ഉഗ്രവിഷമാണ് ഇഞ്ചക്ട് ചെയ്തത്. പക്ഷേ അത് ശരീരത്തിൽ വ്യാപിച്ചില്ല. അങ്ങനെ സംഭവിക്കേണ്ടതല്ല. മഹാഭാഗ്യമെന്നോ ദൈവാധീനമെന്നോ ഒക്കെ പറയാം. ദൈവാധീനം തന്നെ ഡോക്ടറെ. അത് വേണ്ടുവോളുള്ള കുട്ടിയാ. അപകടനില തരണം ചെയ്തോ? ദൈവം തന്നെ ഡോക്ടറായി അവതരിക്കുമ്പോൾ ചില കേസിൽ മെഡിസിൻസ് തന്നെ വേണ്ടിവരില്ല. അങ്ങനെയൊന്നാണ് ഈ പറയുന്ന കാർത്തുവിന്റെ കേസിലും സംഭവിച്ചിരിക്കുന്നത്. കുട്ടി രക്ഷപ്പെട്ടു. അതവിടെ നിൽക്കട്ടെ. കാർത്തുവിന്റെ കാലിൽ പാമ്പിൻ വിഷം ഇഞ്ചക്ട് ചെയ്യുകയായിരുന്നു എന്ന് വെച്ചാൽ കൊലപാതക ശ്രമമായിരുന്നു എന്നർത്ഥം. തൽക്കാലം ദേവയുടെ വീട്ടിൽ നടന്ന സംഭവമായതുകൊണ്ട് പാമ്പ് കടിച്ചെന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ബോധപൂർവം അപായപ്പെടുത്താനാ ശ്രമിച്ചിരിക്കുന്നത്. ക്രിമിനൽ കേസാണ്. റയറായി മാത്രം സംഭവിക്കുന്നത്. വീടിനകത്തുള്ളവരായിരിക്കും പ്രതികള്. അതുകൊണ്ടാ ഞാനത് വിവാദമാക്കാതിരുന്നത്. ആർക്കാ ആ കുട്ടിയോട് ഇത്ര ശത്രുത? അത് കുടുംബത്തുള്ളവരായതുകൊണ്ട് പേര് പറയാൻ ബുദ്ധിമുട്ട് കാണും. എന്തായാലും അത്തരക്കാരുള്ളിടത്ത് ആ കുട്ടിയെ നിർത്താത്തതായിരിക്കും നല്ലത്. ഇപ്പൊ തന്നെ വളരെ യാദൃച്ഛികമായിട്ടല്ലേ ദേവ ആ വീട്ടിലേക്ക് പോയത്. അതുകൊണ്ടല്ലേ കാർത്തുവിനെ ഇവിടെ എത്തിക്കാൻ പറ്റിയത്. അല്ലെങ്കിലോ? നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കാൻ നോക്കണം. ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നിത്യേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അവർക്കൊക്കെ എന്തെങ്കിലും കുറച്ച് കിട്ടിയാൽ മതി. പിന്നെ അവരവരുടെ ഭാവനയിൽ ഓരോന്ന് പറഞ്ഞു തുടങ്ങും. അത് കുടുംബത്തിന് മുഴുവൻ മോശപ്പേരാ. ഇതത്ര നിസ്സാരമായി കാണണ്ട. വെരി സീരിയസ്. കേസാക്കണമെങ്കിൽ കേസാക്കാം. കുറച്ചു കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം എന്ത് വേണമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചോളാം. താങ്ക് യു ഡോക്ടർ. ശരി. എന്താ സംഭവിച്ചെന്ന് പറയടി. പറഞ്ഞു വിട്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്റെ മുടിക്ക് കുത്തിപ്പിടിക്കുന്നേ? കാർത്തൂനെ പാമ്പ് കടിച്ചതല്ല. അറിഞ്ഞല്ലോ നീ. കാർത്തൂന്റെ കാലിലേക്ക്
പാമ്പിന്റെ വിഷം ഇഞ്ചക്ട് ചെയ്തതാ. അത് ഞാനാണെന്ന് എന്താ ഇത്ര ഉറപ്പ്? അമ്മയായിക്കൂടെ? എടീ, അപ്പച്ചി വെറുതെ ചൂടാവണ്ട. എന്താ നടന്നേന്ന് ആരും കണ്ടിട്ടില്ല. നീ കണ്ടു കാണും. ഇവള് കാർത്തൂനെ കൊല്ലാൻ നോക്കിയപ്പോ നീ അത് തടഞ്ഞു കാണില്ല. അപ്പച്ചി എന്ത് പറഞ്ഞാലും ഞാൻ അത് കേട്ടോണ്ട് നിൽക്കും. പക്ഷേ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞാ അത് കേട്ടോണ്ട് നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. ഇവള് സ്നേഹം നടിച്ചപ്പോഴെനിക്ക് ഉറപ്പായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നു. അമ്മ സ്നേഹം നടിച്ചപ്പോഴും ഞങ്ങളുടെ ചിന്ത അങ്ങനെ തന്നെയായിരുന്നു. ഇന്നലെ ഇവിടെ താമസിച്ചതേ ഞാനല്ല. ഇവിടെ കാർത്തൂന്റെ അടുത്ത മുറിയിൽ ഉണ്ടായിരുന്നത് നീയാ. എന്ന് കരുതി ഞാൻ കാർത്തൂനെ കൊല്ലാൻ നോക്കിന്ന് പറയാൻ പറ്റുമോ? ആ, എല്ലാവരും ഉറങ്ങിക്കിടന്ന സമയത്ത് വീടിനകത്ത് അമ്മ ആളെ വിട്ടെങ്കിലോ? നിന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ എനിക്ക് തോന്നുന്നത്. എന്നാ പിന്നെ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ കൊല്ല്. വഴക്കു മതി ദേവേ. ഇവൾ എന്നെ പ്രതിയാക്കിയ സ്ഥിതിക്ക് ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയണം. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. ഇനി ഇവിടെ ആരുമല്ല ഇത് ചെയ്തതെങ്കിൽ ആരാ ഇതിന്റെ പിന്നിലെന്ന് അറിയണം. കേസും വഴക്കൊന്നും വേണ്ട ദേവേ. അമ്മായി പറഞ്ഞത് കേട്ടില്ലേ? ചിലപ്പോ അമ്മായിക്കായിരിക്കും അബദ്ധം പറ്റിയത്. കേട്ടതിക്ക് തൃപ്തിയായല്ലോ. ഇതാ ഇവളുടെ സംസാരം. അപ്പൊ ആരാ തെറ്റ് ചെയ്തെന്ന് അറിയണ്ടേ? അപ്പച്ചി കേസ് കൊടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ആദ്യം ഇനി പിന്നോട്ട് പോകണ്ട. ഇന്ന് യഥാർത്ഥ കുറ്റവാളി ആരാന്ന് കണ്ടെത്തിയില്ലെങ്കിൽ നാളെ ഇതേ സംഭവം വീണ്ടും ഉണ്ടാവും. എനിക്ക് പരിചയമുള്ള എസ് ഐ ഈ സ്റ്റേഷനില്. അയാള് കണ്ടുപിടിച്ചോളും കാർത്തൂനെ കൊല്ലാൻ നോക്കിയത് ആരാണെന്ന്. ഈ വീട്ടിനകത്ത് പോലീസുകാർ കയറട്ടെ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കത് പറഞ്ഞുകൂടായിരുന്നോ? ഞാനല്ല ഇത് ചെയ്തതെന്ന് പറഞ്ഞില്ലേ? ആ, പോലീസുകാർ വരുമ്പോഴും അങ്ങനെ തന്നെ ഉറച്ചു നിന്നാ മതി. നിനക്ക് വല്ല അബദ്ധം പറ്റി മഞ്ജു? അബദ്ധം പറ്റിയെങ്കിൽ പോലീസുകാർ കണ്ടുപിടിക്കട്ടെ. കുഴപ്പമൊന്നുമില്ല. ഉടനെ വാർഡിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞു. തനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ചിലരൊക്കെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അപ്പച്ചി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അപ്പച്ചി എന്തിനാ പറയുന്നേ? തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ അതിന് പിന്നിൽ ആരാന്നൊക്കെ എനിക്ക് ഊഹിക്കാൻ പറ്റും. ഒരുത്തനോടെ ഉണ്ട്, എന്റെ ഏട്ടൻ. എന്തിനും ഏതിനും ഭാര്യയെ ന്യായീകരിക്കുന്ന ഒരുത്തൻ. പോട്ടെ സാറേ, ഇത് വലിയ വിഷയമാക്കണ്ടെന്ന് ഞാൻ അപ്പച്ചിയോട് പറഞ്ഞിരുന്നു. അപ്പച്ചി അങ്ങനെ വിട്ടുകളയൊന്നുമില്ല. ആ രീതിയിൽ വിട്ടുകളയേണ്ട ഒരു പ്രശ്നമല്ല ഇത്. എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. സംഭവിച്ചിരുന്നെങ്കിലോ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കും അപ്പച്ചിക്ക് അറിയാം. താൻ അതിലൊന്നും തടസ്സം പറയാതിരുന്നാ മതി. ജോലി സ്ഥലത്തേക്ക് പോയപ്പോ വിളിച്ചല്ലേ, അമ്മ പോലും പറഞ്ഞല്ലേ പൊയ്ക്കോളാൻ. പക്ഷെ എല്ലാരും സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ തനിക്ക് വീട്ടിൽ നിന്ന് മാറിയിക്കാൻ മടിയായിരുന്നു. അതിന്റെ റിസൾട്ടായി കാണുന്നത്. പോട്ടെ സാറേ, സാരമില്ല. നിന്റെ ഉള്ളിലൊരു കറുത്ത പാടുണ്ടെന്ന് അയാൾ അറിഞ്ഞില്ല. ഇപ്പോ ഞാൻ നല്ലൊരു ഭാര്യയാവാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുവരെ കൊടുക്കാതിരുന്ന സ്നേഹം മുതലും പലിശയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് അയാൾക്ക് അർഹതയുണ്ടോ മോളെ? മക്കളെ പോലും മറന്നിട്ട് നീ കാർത്തൂനെ സ്നേഹിക്കുമ്പോ അത് ചോദ്യം ചെയ്യേണ്ട ആളാ ശരത്ത്. ഇത്രയും നാളും വെറുത്തിരുന്ന ഭാര്യയെ വിമർശിച്ചിട്ട് മക്കൾക്കൊപ്പം നിൽക്കേണ്ട ആളാ. എന്നാ ഇവിടെ അതല്ല ശരത്ത് ചെയ്തത്. കണ്ണുമടച്ച്
നിന്റെ കൂടെ നിൽക്കുക. അങ്ങനെ ഒരാള് നമുക്കൊരു ബലമാ. എനിക്കറിയാം അച്ഛാ. കാർത്തു അരുണിനൊപ്പം പോയി കഴിഞ്ഞാ ഈ ടെൻഷനൊക്കെ തീരും. ഞാനും ഒന്ന് ഫ്രീ ആവും. ഇടയ്ക്ക് ഞാൻ കാർത്തുവിനെ തറവാട്ടി കൊണ്ടുവന്ന് നിർത്താം. അന്ന് നീയും വന്ന് നിന്നോ. അമ്മയും മോളും മുത്തശ്ശനും ഒന്നിച്ചൊരു കുരയില്. അത്രയൊക്കെ ഉള്ളൂ ഈ വയസ്സിനെ ഓർത്തിരിക്കാൻ. അവള് നിന്റെ മോളല്ല. ഞെട്ടന്താ ദൈവത്തിന്റെ കുഞ്ഞാ. അതുകൊണ്ടാ എത്തന്റെ കയ്യിൽ മോൾ എത്തിപ്പെട്ടത്. ആദ്യം കണ്ണൻ, പിന്നെ അരുൺ. എല്ലാവരും മനസ്സിനകത്ത് നന്മയുള്ളവരാ. അത് ദൈവം വിടാതെ കാർത്തുവിനെ പിന്തുടർന്നുകൊണ്ട് സംഭവിക്കുന്നതാ. ഏതായാലും മോളിന്ന് താമസം മാറിക്കോട്ടെ. പിന്നീട് തറവാട്ടിലേക്ക് വിളിച്ചോണ്ട് വരാം. എപ്പോഴും എനിക്ക് കാണണമെന്ന് തോന്നുന്നച്ചാ. മോളുടെ ഉള്ളിൽ പാമ്പിന്റെ വിഷം ചെന്നു എന്നറിഞ്ഞപ്പോ സത്യം പറഞ്ഞ എന്റെ ഹൃദയം നിന്നുപോയി. അതിനു മുന്നേ നീ അറിഞ്ഞല്ലോ മോൾക്ക് എന്തോ ആപത്ത് വരുന്നെന്ന്. ശരിയാ. അതുകൊണ്ടാ നേരം പുലരുന്നതിന് മുൻപ് നാഗത്താന്മാരെ കാണാൻ ഞാൻ പോയത്. ആ പോക്ക എന്റെ കുഞ്ഞിന്റെ ആയുസ് കൂട്ടാൻ കാരണം. സഹദേവൻ അങ്ങനെ ഒരുത്തന പാമ്പിൻ വിഷം കൈമാറിയിരിക്കുന്നത്. ആർക്ക്? മേഡത്തിന്റെ മോൾക്ക് തന്നെ, മൂത്ത മോൾക്ക്. ഇനിയിപ്പോ എന്താ വേണ്ടത്? ഹോസ്പിറ്റൽ വന്ന് സാറ് കാർത്തൂന്റെ മൊഴിയെടുക്കണം. മോള് കേസാക്കണമെന്ന് പറഞ്ഞ കേസാക്കിക്കോ. ഞാനിതിന്റെ അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്കും മേഡത്തിനൊക്കെ അറിയാം പ്രതി ആരാണ്. പിന്നെ മകള് കുറ്റം സമ്മതിക്കാത്തതുകൊണ്ട് ഇത്രയൊക്കെ വേണ്ടി വന്നു എന്ന് മാത്രം. ഇതൊക്കെ വളരെ മോശമല്ലേ മാഡം? എനിക്കും സത്യം അറിയണമായിരുന്നു. അതുകൊണ്ടാ സാറിനോട് അന്വേഷിക്കാൻ പറഞ്ഞത്. അമ്മ എന്തിനാ ചേച്ചി തല്ലിയത്? മൂത്തത് ഇവളായതുകൊണ്ടാ ഇവളെ മാത്രം തല്ലിയത്. നിന്റെ കർണത്തും പാട് വീഴേണ്ടതാ. ആരാടി കാർത്തുന്റെ കാലിൽ പാമ്പിൻ വിഷം ഇഞ്ചക്ട് ചെയ്തത്? ചോദിച്ചത് കേട്ടില്ലേ? ആരാന്ന്? എന്താ തന്റെ അടുത്തോട് പറയാത്തത്? ഞാനല്ല അന്ന്. പാമ്പിൻ വിഷം നിനക്ക് കൈമാറിയത് ആരാണോ അവൻ പോലീസിൽ കുറ്റം സമ്മതിച്ചു. ഇപ്പൊ വരും പോലീസ് നിങ്ങളെ രണ്ടിനെ തൂക്കിയെടുത്തോണ്ട് പോവാൻ. അമ്മേ, സ്വാധീനമുള്ളതുകൊണ്ട് ആ SIക്ക് എന്നെ അരുണിനെ അറിയാവുന്നതുകൊണ്ട് തൽക്കാലം അത് ഉണ്ടാവില്ല. കാർത്ത് പറഞ്ഞു കേസില്ലാന്ന്. അയ്യോ, അങ്ങനെ ഒരു ഉപകാരം അവള് ചെയ്യണ്ടായിരുന്നല്ലോ. പോലീസ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തോണ്ട് പൊയ്ക്കോട്ടെ, ജയിലിലിട്ടോട്ടെ. എന്താണ് നിന്റെ ഭാവം? വ്യക്തമായിട്ട് പറയാം. അമ്മ ഞങ്ങളെ നകറ്റിയ എല്ലാവരെയും ഞങ്ങളുടെ ശത്രുക്കളാക്കിയ അവള് മരിക്കണം. അതിനുവേണ്ടി തന്നെ അവളെ സ്നേഹിച്ചത്. കൊല്ലാൻ വേണ്ടിട്ട് തന്നെ. ഞങ്ങള് മക്കളെ പോലും നോക്കാതെ അവളുടെ പിന്നാലെ ഓടി നടന്ന ഞങ്ങൾക്കത് സഹിക്കോ? അതിന് കൊല്ലാണോടി വേണ്ടത്? ആണോന്ന്? അങ്ങനെയെങ്കിൽ അവൾ ഈ വീടിന്റെ പടി കടന്നു വന്നപ്പോ മുതല് അമ്മയും അവളെ സ്നേഹിക്കണമായിരുന്നു, ഞങ്ങളെ വെറുപ്പിക്കാൻ പഠിപ്പിക്കാതെ. രണ്ടാളും എന്നെ വിസ്തരിക്കണ്ട. ഇനി അങ്ങോട്ട് നിങ്ങളെ പോലെ തന്നെയാ എനിക്ക് കാർത്തു. അങ്ങനെ പറയാൻ അവളെ പ്രസവിച്ചത് അമ്മയാണോ? അതെ. പക്ഷേ നിന്റെ അറിവോടല്ലാതെ അത് നടക്കില്ല. അപ്പച്ചി എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും അറിയില്ല. പാമ്പിൻ വിഷം, ഇഞ്ചക്ഷൻ സിറിഞ്ച്, ഇതൊക്കെ എപ്പോഴാ സംഭവിച്ചത്? SI അന്വേഷിച്ചപ്പോ എന്റെ മക്കൾ ഒരുത്തന്റെ കയ്യിൽ നിന്ന് പാമ്പിൻ വിഷം നിറച്ച ഇഞ്ചക്ഷൻ സിറിഞ്ച് വലിയ തുക കൊടുത്ത് വാങ്ങിച്ചോണ്ട് വരെയായിരുന്നു. എന്നിട്ടാണ് കാർത്തുവിന്റെ കാലിൽ കുത്തിയിറക്കിയത്. അനന്തു, എന്തൊക്കെയാടാ ഇത്? എനിക്കറിയില്ല അമ്മേ, എനിക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. നിന്റെ അടുത്ത് കടന്നിരുന്ന മഞ്ജു അവിടെ നിന്ന് എഴുന്നേറ്റ് പോയപ്പോഴും നീ അറിഞ്ഞില്ലേ?
സത്യമായിട്ടും ഇല്ല. അപ്പച്ചി മഞ്ജുവിനെ സംശയിച്ചതുപോലെ തന്നെ ഞാനും അവളെ സംശയിച്ചതാ. അപ്പോഴൊന്നും അവള് തെറ്റി സമ്മതിച്ചില്ല. എന്താ ദേവി ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ആയി പോയത്? എന്റെ കുട്ടികളായതുകൊണ്ടാ അവരിപ്പോ കോടതി കയറാത്തത്. അല്ലെങ്കിലേ ഇപ്പൊ ടിവിയിലും പത്രത്തിലും ഒക്കെ രണ്ടും ഇടം പിടിച്ചേനെ. നിനക്ക് അവളെ നിയന്ത്രിച്ചുകൂടെ അനന്തു? അപ്പച്ചിക്ക് പറ്റുന്നില്ല, പിന്നെയാണോ എനിക്ക്? ദേവേ, എത്രയും പെട്ടെന്ന് മാളുവിന്റെ കല്യാണം നടത്തണം. ആ കൊച്ചും കൂടെ മഞ്ജുവിനൊപ്പം കൂടി നശിക്കുക. കാർത്തുവിനെ പോലെ ഒരു പാവം കൊച്ചിനോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുവോ? ആർക്കെങ്കിലും അതിനുള്ള മനസ്സുണ്ടാവുമോ? ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഏടത്തി. ഏടത്തിയോടുള്ള സ്നേഹം കൊണ്ടാ കാർത്തു ഇവിടെ കൂടുന്നത്. എന്നാ ഇനി അത് ശരിയാവില്ല. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി കാർത്തു ഇവിടെ നിൽക്കണമെന്ന് ഞാനും പറയില്ല. അവള് അരുണിനൊപ്പം പൊയ്ക്കോട്ടെ. അവിടെയാവുമ്പോ കാർത്തൂന് ഏട്ടനും ഏടത്തിയൊക്കെ ഇല്ലേ? സഹായത്തിന് ഒരുപാട് പേരും ഉണ്ട്. പിന്നെ ഇവിടത്തെ പോലെ ജോലിയുമില്ല. കാർത്ത് പോയി കഴിഞ്ഞ് നിന്റെ ഭാര്യയെ കൊണ്ട് എല്ലാ പണിയും ചെയ്യിക്കടാ. അവൾ അടുക്കള കയറട്ടെ, വീടടിച്ചു തൂക്കട്ടെ, പറമ്പ് വൃത്തിയാക്കട്ടെ. ഇതൊന്നും ഈ ജന്മം ഇവിടെ നടക്കാൻ പോകുന്നില്ല ദേവേ. എല്ലാം എന്റെ തലയിലാവും. എന്നാലും കുഴപ്പമില്ല. കൊല്ലാനുള്ള മനസ്സുമായിട്ട് നടക്കുന്നവരുടെ ഇടയില് കാർത്തു കഴിയണ്ട. ഇപ്പൊ കാർത്തുവിനെ എങ്ങനെയുണ്ട് ദേവേ? അപകടനിലയൊക്കെ തരണം ചെയ്തു കഴിഞ്ഞു. മിക്കവാറും ഉടനെ ഡിസ്ചാർജ് ചെയ്യും. ഇപ്പോ എന്റെ ശരീരത്തില് എനിക്ക് പാമ്പിനെ കൊണ്ട് കൊത്തിക്കാൻ തോന്നാ. കാരണം എന്റെ മക്കളെ വളർത്തി ഈ രീതിയിലാക്കിയത് ഞാൻ തന്നെയാ. കാർത്തൂന് ചെറിയ പനിയാണെന്നല്ലേ പറഞ്ഞത്? അതിന് കണ്ണേട്ടൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? നിനക്കറിയാലോ പവിത്രേ, കാർത്തൂന് വയ്യാതെ വന്നാ പിന്നെ എനിക്കൊരു സമാധാനം കാണില്ല. അങ്ങനെ അസുഖമൊന്നും വരാത്ത കുട്ടിയാ. എന്റെ പൊന്നു കണ്ണ, അവൾക്ക് വല്ല ജലദോഷം മറ്റായിരിക്കും. അമ്മയ്ക്ക് ഞാൻ കൊണ്ടുവന്ന നാളെ മുതൽ കാർത്തൂനെ അറിയാവുന്നതല്ലേ. മോക്ക് ചെറിയൊരു പനിയൊക്കെ വന്നാ ആശുപത്രി പോണ്ട കാര്യമില്ല. വല്ല തുളസിയിലയോ കുരുമുളകോ അതൊക്കെ ഇട്ടൊരു കഷായം ഉണ്ടാക്കി കൊടുക്കും. അത്രേ ഉള്ളൂ മരുന്ന്. ഇവിടെ ആശുപത്രി പോയിട്ടുണ്ടെങ്കിൽ അതിത്തിരി കൂടുതലായിരിക്കും. ഇന്ന് അവിടുന്ന് പോരുന്ന് പറഞ്ഞോണ്ടാ ഞാനങ്ങോട്ട് പോവായിരുന്നേ. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ, മോൾക്ക് 6-7 വയസ്സുള്ളപ്പോ നമ്മുടെ തറവാടിന്റെ മുമ്പിലെ പുഴയില് കാല് വഴിക്കൊന്ന് വീണു. മോളെ പുഴക്കരയിൽ കാണാതായപ്പോഴാ ഞാൻ പോയി നോക്കിയത്. അപ്പം മുങ്ങി താഴുക. അവസാനം നീന്തി ചെന്ന് എടുത്തോണ്ട് വന്നപ്പോ വെള്ളം കുറെ അകത്തുപോയി. അന്നാ ആകെ 4-5 ദിവസം മോൾ ആശുപത്രി കിടന്നിട്ടുള്ളത്. എന്റെ പവിത്രേ, അന്ന് ഇവന്റെ ഒരു മരണവെപ്രാളം കാണേണ്ടതായിരുന്നു. ഒന്നാമതേ എന്റെ അനിയത്തിക്ക് മോളെ വളർത്താൻ കൊടുത്തിട്ട് അവർ രണ്ടുപേരും മരിച്ച സമയാ. അതിന്റെ സങ്കടമുണ്ട്. അമ്മയാണെങ്കിൽ ഏതു നേരവും കാർത്തൂനെ പ്രാഗിക്കൊണ്ടിരിക്കുക. കാർത്തു വന്നതിന് ശേഷമാണ് വീടിനകത്ത് ദുരന്തം ഉണ്ടായെന്ന് പറഞ്ഞ്. ശരിയാ മോളെ, അന്ന് കാർത്തൂന് എന്തെങ്കിലും സംഭവിക്കണമെന്ന് തന്നെയാ ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരുന്നെ. എനിക്കറിയാം. ചേർത്തേടത്ത് ദേവീക്ഷേത്രത്തില് അന്ന് ഒരു ദിവസത്തെ പൂജ അന്നദാനം നടത്തി. നമ്മുടെ തറവാട്ടിലെ നാഗത്താന്മാർക്ക് 100 പാലും ഒരുക്കി. നെറുകയിലേക്ക് വെള്ളം കയറിയ മോള് അതിന്റെയൊക്കെ ബലത്തിലായിരിക്കും രക്ഷപ്പെട്ടത്. അന്ന് തൊട്ട് മോള് നീന്തൽ പഠിക്കുന്നത് വരെ അവളെ ഒറ്റയ്ക്ക് ഞാൻ പുഴക്കരയിലേക്ക് വിട്ടിട്ടില്ല. ഞങ്ങൾ ഓരോരുത്തർക്കായിട്ട് പണം കൊടുത്തോണ്ടിരിക്കുക. എവിടെ കൊടുത്തു? ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല. അവസാനം കാടിളകി വരുന്ന പോലെ ആയിരിക്കും ആൾക്കാർ ഇരച്ചു കയറി വരാൻ പോകുന്നത്. പിന്നെ ഒരൊറ്റ ഒരെണ്ണത്തിനും വെളിയിറങ്ങി നടക്കാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കേ, എല്ലാം ശരിയാവും. ശരിയാവണം. ഇല്ലെങ്കിൽ ശരിയാക്കാൻ ഞങ്ങൾക്കറിയാം. മരുമോൻ വലിയ ഡോക്ടറൊക്കെ ആണല്ലോ, പിന്നെന്താ എത്ര ബുദ്ധിമുട്ട്? ഇവിടെ അങ്ങനെ രോഗികളധികം വരുന്നില്ല. ഇതിനകത്തുള്ളവർ രോഗികളാണെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം. അതുകൊണ്ടാ വരാത്തത്. കണ്ണൻ ഒരുപാട് കിടന്ന് അധ്വാനിച്ച വീടും പറമ്പുവാ. അങ്ങേരുടെ കണ്ണീര് വീണ ഈ വീട്ടിൽ സ്വസ്ഥമായിട്ട് ആരും കിടന്നുറങ്ങില്ല. ആ ഡോക്ടർ എത്തി. ഈ നാട്ടിലെ ആദ്യത്തെ ഡോക്ടർ.
അയ്യോ അയ്യോ ഉണ്ണിയുടെ കൈക്കെന്ത് പറ്റി? പരിശോധിച്ച് രോഗികളാരെങ്കിലും സൽക്കരിച്ചതാവും. നാട്ടുകാര് കെട്ടിയോന്റെ കൈയൊക്കെ തല്ലി ഒടിച്ചു അല്ലേ? എന്ത് ചെയ്യാനാ ദീപേട്ട, ഒന്നും അറിയത്തില്ല. നേഴ്സുമാര് ഇതിലും നന്നായിട്ട് ഇഞ്ചക്ഷൻ എടുക്കും. ഇടി അവൻ ഒരു മണ്ണുണ്ണിയാ, അതുകൊണ്ടല്ലേ നിന്നെ കല്യാണം കഴിച്ചേ. ദേ വഴക്കിടാനൊന്നും എനിക്ക് വയ്യ. ഏതു നേരം അങ്ങനെ വീട്ടിലാ. ആ കൈ ഒന്ന് ശരിയാവുമ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലില് അങ്ങേർക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്ക്. എടീ, അതിനുള്ള സ്വാധീനമൊന്നും എനിക്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോ രാത്രിയിലും ദീപേട്ടൻ അങ്ങനെ വരുന്നില്ല. നോക്കട്ടെ, സമയം കിട്ടുവാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാം. എപ്പോ? രാത്രിയിലോ? ഉറപ്പൊന്നും പറയുന്നില്ല. വരുമ്പോ വിളിച്ചിട്ട് വരണേ. ടോർച്ചടിക്കുമ്പോ നീ ഇറങ്ങി വന്നാ മതി. ദീപേട്ടൻ വരുമെന്നറിഞ്ഞാ ഞാൻ ഉറങ്ങാതെ കിടക്കും. എടീ, വയറ്റിലൊരു കുഞ്ഞക്കൊള്ളല്ലേ, അതുകൊണ്ട് ശരിക്കിടന്ന് ഉറങ്ങണം. ഞാൻ വരുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ക്ലിനിക്ക് തുടങ്ങിയതോടെ അങ്ങേര് വീട്ടിനകത്താ. ഇപ്പൊ കൈ ഒടിഞ്ഞപ്പോഴും അത് തന്നെ അവസ്ഥ. എനിക്കാണെങ്കിൽ അങ്ങേര് വീട്ടിലുള്ളതേ ശ്വാസം മുട്ടല. നേരത്തെ രാവിലെ ഇറങ്ങിപ്പോ രാത്രി കയറി വരും, അതായിരുന്നു പതിവ്. ആ സമയത്ത് ദീപേട്ടൻ അങ്ങോട്ട് വരാം, എനിക്ക് പുറത്തു വരാം. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. സ്നേഹിക്കാത്ത ഭർത്താക്കന്മാര് വീടിനകത്തിരിക്കുന്നത് ബുദ്ധിമുട്ടാണല്ലേ? ഇവിടെ സ്നേഹിക്കാത്ത ഭർത്താവ് മാത്രമല്ല, എന്റെ കുഞ്ഞിന്റെ അച്ഛനും അയാളല്ല. ആ ബോധം ഉള്ളിടത്തോളം കാലം ഒരു പെണ്ണിനും താലി കെട്ടിയവനെ സ്നേഹിക്കാൻ പറ്റില്ല. 1-2 തവണ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ താലി ഊരി വെച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഉണ്ടായി. പക്ഷേ തല താഴ്ത്തി അങ്ങേര് താലി തിരിച്ചു കൊണ്ടുവന്ന് കഴുത്തിലിട്ടു. കഴുത്തി കിടക്കുന്ന താലി പൊട്ടിച്ചു കളയൊന്നും വേണ്ട. അത് ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ കിടന്നോട്ടെ. കുഞ്ഞിനൊരച്ഛനുണ്ടെന്ന് ബോധിപ്പിക്കാൻ അത് നല്ലതാ. ഇപ്പൊ എന്റെ വീട്ടിലുള്ളവർക്ക് മാത്രമല്ല, നാട്ടിലുള്ളവർക്കും അറിയാം നമ്മൾ തമ്മിൽ വലിയ അടുപ്പത്തിലാണെന്ന്. അതറിയാത്തത് ഉണ്ണിയേട്ടന് മാത്രം. കണ്ണേട്ടന്റെ ഒരു സ്വഭാവം അവന് കിട്ടിയിട്ടില്ല. കണ്ണേട്ടൻ ഒരാണാ, എല്ലാം തികഞ്ഞാണ്. ഇവൻ ആണാണോന്ന് അവന് പോലും നിശ്ചയമില്ല. ആരാ ഈ പാതിരാത്രിക്ക് വന്ന് ബെല്ലടിച്ചത്? മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു. കട്ടിലിനടിയിൽ ഒളിക്കാം. ഭാര്യയുടെ മുറിക്കകത്തിരുന്ന് അവളുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കാം. പാടം മാറാല്ല, തൂക്കത്തുമില്ല തുടക്കത്തുമില്ല ആ പാവികള്. ഇനിയിപ്പൊ കള്ളന്മാരാണെങ്കിൽ ഇതിനകത്ത് ഇരിക്കുന്ന ഒലക്കയുടെ മൂട്. ഒന്നും മോട്ടിക്കാനല്ലടി ഈ കള്ളന്മാരിവിടെ വരുന്നത്, നിന്നൊക്കെ കട്ടോണ്ട് പോകാനാ. ആ കള്ളനെ ഞാനിന്ന് പിടിക്കും. അവന്റെ തലമുണ്ട് ഞാൻ അടിച്ചു പൊട്ടിക്കും. ഇനി രണ്ടാമത്തവനും ചോര കാണും. ഭഗവാനെ, ഞങ്ങളെ ദ്രോഹിക്കുന്ന ആരായാലും, വീട്ടിനകത്ത് കയറിയത് ആരായാലും, ഒരു പാമ്പ് കടിച്ച് മരിക്കണേ. കരുണ,
താൻ എപ്പോഴാടോ പുറത്ത് കിടന്നത്? പരോളിൽ ഇറങ്ങിയതാ ദീപമോനെ, എന്നിട്ട് പമ്മി ഇരുന്നതാ. സുധയ്ക്കാരോ രഹസ്യക്കാരുണ്ടെന്ന് അത് കണ്ടുപിടിക്കാനാ. നാണോ ഇല്ലല്ലോടോ സ്വന്തം വീട്ടിൽ വന്ന് പതുങ്ങിയിരിക്കാൻ? പപ്പയോ? പരോളിൽ ഇറങ്ങിയതാ, ഇന്നിറങ്ങി. അപ്പോ പപ്പയാണോ നേരത്തെ ബെല്ലടിച്ചത്? ഓ തന്നെ തന്നെ. എന്നിട്ട് അമ്മ വന്ന് വാതിൽ തുറന്നപ്പോ ആരെയും കണ്ടില്ലല്ലോ. ഞാൻ അകത്ത് കയറിയത് അവള് കണ്ടില്ല. എന്നിട്ട് പിന്നെ എവിടെ പോയിരുന്നു? ഞാൻ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഭാര്യയുടെ കാമുകനെ കണ്ടുപിടിക്കാൻ നടക്കായിരുന്നു. നാണം കെട്ട മനുഷ്യൻ. എപ്പ ജയിലിൽ കാണാൻ പോയാലും അത് തന്നെ ചോദ്യം. പൈസ കൊടുക്കാനുള്ളവരൊക്കെ വീട്ടിൽ വന്ന് ബഹളം വെക്കുന്ന കാര്യം പറഞ്ഞാ അതിനൊരു പരിഹാരം പറയില്ല. അമ്മ ആരുടെങ്കിലും കൂടെ ഒളിച്ചോടി പോയോ എന്നാ ചോദിക്കുന്നത്. ഇങ്ങനെ ഒരാള് ഈ ലോകത്ത് കാണില്ല. ഉണ്ണിമോനെ. മാമനോ? പരോളിൽ ഇറങ്ങിയതാ മോനെ. മോൻ പിന്നെ താഴെ തട്ടലും മുട്ടലും കേട്ടാലും താഴോട്ട് വരാത്തത് കൊണ്ട് ഇവിടെ പലരും രക്ഷപ്പെട്ടു പോവുക. കൈയൊക്കെ എങ്ങനെയുണ്ട് മോനെ? മാറി വരുന്നു. സാരമില്ല, ചികിത്സ തുടർന്നാ മതി. പിന്നെ കൈയും കാലും ഒക്കെ സ്ഥിരമായിട്ട് ഒടിഞ്ഞോളും. നിന്റെ ചികിത്സ കിട്ടുന്നതിന് മുമ്പ് ജയിലിൽ പോയത് എന്റെ ഭാഗ്യം. ഇത് പറയാനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എന്റെ കെട്ടിയോളും മോളും. അവർക്ക് എനിക്കാവതുള്ളപ്പോ വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. എല്ലാം കഴിഞ്ഞപ്പോ അവരെന്നെ വാത്സല്യം സിനിമയിലെ ഈ മേലേടത്ത് രാഘവൻ നായരാക്കി. രാഘവൻ നായരെ ഒരു മനുഷ്യനായിരുന്നു, മാമനതാണോ? എടാ, അത് നീ തന്നെ എന്നോട് പറയണം. രാഘവൻ നായരെ പോലെ ഒരുത്തൻ ഉണ്ടായിരുന്നു, നിന്റെ ഏട്ടൻ. അവനെ നീ സ്വത്തും പണവും കണ്ടപ്പോ തള്ളിക്കളഞ്ഞില്ലടാ. അതിന് കാരണക്കാരൻ നിങ്ങളാ? ഞാൻ ആയിക്കോട്ടെ, എങ്കിലും നിനക്കൊരു മനസാക്ഷിയില്ലടാ. ഓ, ഇപ്പൊ നിങ്ങൾ അയാളുടെ സൈഡായോ? ഞാൻ ആരുടെയും സൈഡൊന്നുമല്ല. ജീവിതം കണ്ട് കണ്ട് ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ ആയിപ്പോയത് എന്താന്ന് ചിന്തിച്ചോണ്ട് നടക്കുക ഞാനിപ്പോ. ഇപ്പോഴും ടോർച്ചടിയൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ടോ? നീ എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടോ? ഇതുകൊണ്ട് തന്നെയാ ഭാര്യയും മോളും ഇറങ്ങിപ്പോവാൻ പറഞ്ഞത്. ഇന്ന് എന്നോട് പറഞ്ഞു, നാളെ നിനക്കും ഇതേ ഗതിയായിരിക്കും. എടാ, പാപ്പരായ ഭർത്താവിനെ അവളുമാർക്കൊന്നും വേണ്ടടാ. കൈ കാശുള്ളപ്പോ മാത്രം കെട്ടിയോൻ, അല്ലാത്തപ്പോ കാൽ